മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. നിൻ സ്നേഹമെന്താശ്ചര്യമേശുപര, നിൻ നാമത്തെ നിന്നിച്ചയെന്നെ മുതാ, നിൻ രക്തം ചൊരിഞ്ഞു രക്ഷിച്ചവനെ, നിൻ സ്നേഹമെന്നുള്ളിൽ, നിൻ സ്നേഹമെന്നുള്ളിൽ, നിൻ സ്നേഹമെന്നുള്ളിൽ നിറയ്ക്കണമേ, നിൻ സ്നേഹമെന്നുള്ളിൽ നിറയ്ക്കണമേ. ഇന്ന് ആരാധകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിന്റെ ദാസൻ അശോക് കുമാർ തിടനാട്. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. ദൈവനാമത്തിന് മഹത്വം. നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും നാം ദൈവമുമ്പാകെ സമയമെടുക്കുന്ന ഈ ദിവസം എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ ആരാധനയോട് ബന്ധപ്പെട്ട് 2 വാക്യങ്ങൾ തിരുവെഴുത്തിൽ നിന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 63-64 വാക്യങ്ങൾ. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെക്കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. താൽക്കാലിക പുരോഹിതൻ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള നിത്യപുരോഹിതനെ വിചാരണ ചെയ്യുന്ന വേളയിൽ ചോദിക്കുന്ന ചോദ്യവും അതിൻ്റെ മറുപടിയുമാണ് ഈ 2 വാക്യങ്ങളിൽ ഉള്ളത്. ആ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോയാൽ, ഞാൻ ആകുന്നു എന്ന മറുപടിയിൽ നമ്മുടെ കർത്താവ് ആരംഭവും അവസാനവും ഇല്ലാത്ത നിത്യദൈവമാണ് എന്ന സത്യം ആ വാക്കുകളിലൂടെ വെളിപ്പെടുത്തുകയാണ്. നിത്യവർത്തമാനകാലമുള്ള നിത്യസത്യദൈവം. 2-ാമത്തെ വാക്കിലൂടെ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കും എന്ന് പറയുമ്പോൾ അടുത്ത ചില നിമിഷങ്ങൾക്ക് ശേഷം മരണത്തെ സ്വീകരിച്ച് മരണം നീക്കി ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്ന അനുഭവത്തെക്കുറിച്ച്, തൊട്ടടുത്ത ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് കർത്താവ് പ്രഖ്യാപിക്കുകയാണ്. ആകാശമേഘങ്ങളെ വാഹനമാക്കി വരും എന്ന് പറയുമ്പോൾ ഭാവിയിൽ കർത്താവ് നിത്യരാജാവായി വരുന്നതിനെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യരൂപത്തിൽ വന്ന അനുഭവവും അതിനോട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യവും തൻ്റെ ദൈവീകത്വവും ഈ വാക്കുകളിലൂടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. നമുക്ക് ആ ചോദ്യത്തിലേക്ക് ഒന്ന് വരാം. നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? ഇതൊരു പുരോഹിതനാണ് ചോദിക്കുന്നത്. ഇസ്രായേലിനെ ന്യായപ്രമാണം പഠിപ്പിക്കുന്ന, തിരുവെഴുത്തുകളെ പഠിപ്പിക്കുന്ന പുരോഹിതൻ. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് വളരെ ആശയങ്ങളുണ്ട്. നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ എന്ന് ചോദിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 15:32 ക്രിസ്തു സമം ഇസ്രായേലിൻ്റെ രാജാവെന്നാണ്. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് പോലെ, മനുഷ്യപുത്രനായ നിത്യരാജാവാണോ നീ എന്നാണ് ഈ ചോദ്യത്തിൻ്റെ ഒരു ആശയം. 2-ാമത്തെ ആശയം ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഇസ്രായേലിനുമായി ദൈവം ചെയ്യുന്ന പ്രത്യേകമായ കാലഘട്ടത്തിലെ പ്രവൃത്തികളോട് ബന്ധപ്പെട്ട് ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തനാണ്, ഛേദിക്കപ്പെടുവാൻ പോകുന്നവനാണ്, ആ വ്യക്തിയാണോ നീ എന്നാണ് ആ ചോദ്യത്തിൻ്റെ ആശയം. മൂന്നാമത്തെ ആശയം
110 സങ്കീർത്തനം 1-4 വാക്യങ്ങളിൽ നീ നിത്യപുരോഹിതനാണോ എന്നാണ് ആ ചോദ്യത്തിൻ്റെ ആശയം. 4-ാമത്തെ കാര്യം 110 സങ്കീർത്തനം 1-5 വാക്യങ്ങളിൽ നീ ക്രിസ്തുവാണോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ നീ കർത്താവാണോ എന്നാണ് ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നമ്മുടെ കർത്താവ് നൽകുകയാണ്. ഞാൻ ആകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കർത്താവ് നിത്യരാജാവാണ്, അഭിഷിക്തനാണ്, നിത്യപുരോഹിതനാണ്, നിത്യനായ കർത്താവാണ്. അത് കർത്താവ് ഇവിടെ സമ്മതിക്കുന്നു, ഞാനാകുന്നു. പ്രിയരെ, നാം ആരാധിക്കുന്ന കർത്താവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മനോഹര പ്രഖ്യാപനമാണ് നാം ഇവിടെ കാണുന്നത്. ഈ നല്ല കർത്താവിനെയാണ് ആരാധിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഇതിൻ്റെ ഉത്തരത്തിലേക്കൊന്ന് വന്നാൽ, ഞാനാകുന്നു എന്ന് പറഞ്ഞ് അതിനെല്ലാം ഉത്തരം, ആ ഒറ്റ ചോദ്യത്തിന് ഉത്തരം കർത്താവ് കൊടുക്കുകയാണ്. തൻ്റെ വ്യക്തിത്വത്തിൻ്റെ ശ്രേഷ്ഠത, മനോഹാരിത, തൻ്റെ പ്രവൃത്തികൾ, മനുഷ്യവർഗത്തിൻ്റെ രക്ഷ, അതിനുശേഷം ഉയരത്തിലേക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത്, ഇതെല്ലാം അവിടെ ഉത്തരമായി നൽകുന്നുണ്ട്. ഞാൻ ആകുന്നു, ഞാൻ സർവശക്തൻ്റെ വലതുഭാഗത്തിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നിത്യനായ പുത്രനാണ്. ഞാൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ്, നിങ്ങൾ എന്നെ കൊല്ലുവാനാണല്ലോ, ശിക്ഷിക്കുവാനാണല്ലോ ഇരിക്കുന്നത്, ഞാനത് ശിക്ഷ വാങ്ങും, പക്ഷേ ഞാൻ ഉയർത്തെഴുന്നേറ്റ് മരണത്തെ അതിജീവിച്ച് ഉയരങ്ങളിലേക്ക് പോകും എന്ന് കർത്താവ് പ്രഖ്യാപിക്കുന്നു. ഞാൻ സർവശക്തൻ്റെ വലതുഭാഗത്തിരിക്കും. ഞാൻ നിത്യപുരോഹിതനാണ്. മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം പിതാവിൻ്റെ അടുക്കൽ വലതുഭാഗത്തിരിക്കുമ്പോൾ ഞാൻ നിത്യപുരോഹിതനായിട്ടാണ് ഇരിക്കുന്നതെന്ന് കർത്താവ് സമ്മതിക്കുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. ഞാൻ കർത്താവാണ്, പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവാണ് ഞാനെന്ന് കർത്താവ് ഇവിടെ സമ്മതിച്ച് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ ഛേദിക്കപ്പെടാൻ പോകുകയാണ്, ഞാൻ ക്രിസ്തുവാണ്, ഞാൻ ഛേദിക്കപ്പെടാൻ പോകുകയാണ്, ഞാൻ കഷ്ട അനുഭവങ്ങളിലേക്ക് പോകുകയാണ്, പക്ഷേ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണല്ലോ. ഞാൻ മനുഷ്യപുത്രനാണ്. ആ വാക്കെത്ര മനോഹരമാണ്. മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും. ഞാനൊരു പച്ചയായ മനുഷ്യനാണ്, പക്ഷേ ഞാൻ ഉയർത്തെഴുന്നേറ്റ് നിത്യസ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി. ഇനി ഞാൻ വരും, നിത്യരാജാവായി വരും, എല്ലാവരെയും ഭരിക്കുവാൻ. കർത്താവ് കൃത്യമായ ഉത്തരം പുരോഹിതന് കൊടുക്കുകയാണ്. ഞാൻ ഭരിക്കുവാൻ വരും. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ നിവർത്തീകരിച്ചുകൊണ്ട് ക്രിസ്തുവായ ഞാൻ വരുമെന്ന് കർത്താവ് പ്രഖ്യാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് മഹത്വം നിറഞ്ഞ നിത്യരാജാവാണ്. പിതാവിൻ്റെ വലതുഭാഗത്ത് മനുഷ്യരക്ഷ പൂർത്തീകരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇരിക്കുന്ന കർത്താവാണ്. കർത്താവ് മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം നിത്യപുരോഹിതനാണ്. നമ്മുടെ കർത്താവ് നിത്യനായ കർത്താവാണ്. ഛേദിക്കപ്പെട്ടവനെങ്കിലും ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടവനെങ്കിലും ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. മരണം ആസ്വദിച്ചവനെങ്കിലും ഇന്നും ജീവിക്കുന്ന കർത്താവാണ്. നമ്മുടെ കർത്താവ് നിത്യരാജാവാണ്. ഭരിക്കുവാൻ മടങ്ങി വരുന്ന കർത്താവാണ്. ആ കർത്താവ് ഇന്ന് നമ്മുടെ കർത്താവും രാജാവും ദൈവവുമായി നമ്മോടുകൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഈ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ മനോഹരമായ വെളിപ്പെടുത്തൽ കർത്താവ് നടത്തിയിരിക്കുമ്പോൾ ആ വാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ ആഴമായി സ്വാധീനിച്ച് കർത്തൃപാദങ്ങളിൽ മഹത്വത്തിൻ്റെ മുമ്പാകെ നന്ദിയോടെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് നമുക്ക് തുടരാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിൻ സ്നേഹമെന്താശ്ചര്യമേശുപരാ, എൻ ജീവിതത്തിൻ ബലമായി സദാ. നിൻ സ്നേഹമല്ലാതൊന്നും കാണുന്നില്ലേ, നിൻ സ്നേഹമെന്നുള്ളിൽ, നിൻ സ്നേഹമെന്നുള്ളിൽ, നിൻ സ്നേഹമെന്നുള്ളിൽ നിറയ്ക്കണമേ, നിൻ സ്നേഹമെന്നുള്ളിൽ നിറയ്ക്കണം.